എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ സ്പ്രിംഗ് റോളാണ്. അതിന് വേണ്ടി ഞാൻ മൈദ ഉപ്പിട്ടൊന്ന് കലക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഒരെണ്ണം ഉണ്ടാക്കും. ഇതിപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ ഷീറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഈ ഒരു മീഡിയം ഇതിലിടുക. അതിന് ശേഷം നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണം, എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു തവി ഒഴിക്കുക. അതിന് ശേഷം അതൊന്ന് ചിറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അത് കനം കുറഞ്ഞ് അവിടെ ഇരിക്കും. ഇനി അത് മറച്ചൊന്നും ഇടണ്ട. അത് വെന്ത് കഴിയുമ്പോൾ വെന്തൊന്നും നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗമൊക്കെ ഇതാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു വൈറ്റ് പാച്ച് ഉണ്ട്, അതും കൂടി ഉണങ്ങി കഴിഞ്ഞാൽ അത് വെന്തു. അപ്പോൾ ഇത് ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ എടുക്കാൻ കിട്ടും, എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇത് അങ്ങനെ എടുത്ത് വെച്ചു ചൂടാറട്ടെ. ഇനി ഒരു ചട്ടി വയ്ക്കുക. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. കുറച്ച് മതി, അധികം വേണ്ട, കുറച്ച് ഒഴിക്കുക. തീയൊന്ന് കൂട്ടിയിട്ടോ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഞാനിവിടെ 1½ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാബേജിൻ്റെ ഇതൾ നൈസായിട്ട് അരിഞ്ഞത്, 4-5 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ് നല്ല കനം കുറച്ച് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഗ്രീൻ പീസ് പച്ചവട്ടണ, ഉണക്ക വേണ്ട, പച്ചവട്ടണ. പിന്നെ സിംല മിർച്ചി വേണമെങ്കിൽ ഇടാം, തക്കാളി ഇടാൻ ഞാൻ ഇടണില്ല. സിംല മിർച്ചിൻ്റെ ഇടയിൽ തക്കാളി ഇട്ടൊന്നും കൂടി കുഴഞ്ഞിങ്ങനെ ഇരിക്കും, എന്ന് ഞാനത് ഇടണില്ല. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ, തീ കൂട്ടിയിടാം. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒരു 10 ബോൺലെസ് പിന്നെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് ഗ്രേറ്റ് ചെയ്തു, വെള്ളമില്ലാതെ ഗ്രേറ്റ് ചെയ്തത് ചിക്കൻ അത്. അപ്പോൾ ഇത് നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ സവാള ഇടുക. ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ച കാരണം അധികം ഉപ്പിടണ്ട, നുള്ളി ഉപ്പിടാം. സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇടാം, മറ്റുള്ള പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടും കൂടിയിട്ട്. അതിനുശേഷം കാബേജ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, പച്ച, ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കുക. ഇതിലധികം വലിയ മസാലകളൊന്നുമില്ല. ഇളക്കുക.
നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ടു. ഇത് ഇനി വറുക്കുന്ന കാരണം ഇത് അധികം ഒന്നും വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ആ പച്ച നിറത്തിൽ തന്നെ ഇരുന്നോട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി, നുള്ള് മുളക് പൊടി, പിന്നെ നമ്മുടെ ഇതിടുക ചിക്കൻ. ചിക്കൻ ഇട്ടതിന് ശേഷം അവസാനം ഗരം മസാല കുറച്ച്, അധികം വേണ്ട, കുറച്ച്. നമുക്കിതെല്ലാം നല്ലപോലെ ഇളക്കും. അധികം ചൂടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫില്ലിങ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ചട്ടി വയ്ക്കാം, എണ്ണ ചൂടായിക്കോട്ടെ, ചെറിയ തീയിലിട്ട് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ റോള് ചെയ്യാം. റോള് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഇത് ഒരെണ്ണം എടുക്കുക, ഒരു ഷീറ്റ് എടുക്കുക. ഷീറ്റ് എടുത്തതിന് ശേഷം ഈ ഫില്ലിങ് കുറച്ച് വയ്ക്കുക കേട്ടോ. ചെറിയ റൗണ്ടല്ല, അപ്പോൾ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് റോൾ ചെയ്യുക. റോൾ ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇനി ഈ മൈദ ഞാൻ കലക്കി വെച്ച മൈദ ഇവിടെ പുരട്ടുക. പുരട്ടിയിട്ട് ഇത് ഒട്ടിക്കുക. ഇവിടെയും അതുപോലെ ഇങ്ങനെ ഒട്ടിക്കുക. ഫില്ലിങ് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എണ്ണയിൽ ഇങ്ങനെ ആകെ ഇതാവും. ഇപ്പോൾ ഓൾറെഡി ഇത്തിരി പുറത്ത് വന്നിട്ടുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടാവും. ഇതിങ്ങനെ ഒട്ടിക്കുക. ഇതിപ്പോൾ ഒരു റോളായി. ഇനി അടുത്തത് കുറച്ചും കൂടി സൂക്ഷിച്ചത് ഇത് ചെയ്യണം, അല്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് കുറച്ച് വെച്ചാൽ മതി. കുറച്ച് ഫില്ലിങ് വയ്ക്കാം. അതിന് ശേഷം ഇത് റോൾ ചെയ്യാം. റോൾ ചെയ്തതിന് ശേഷം ഈ പുറത്ത് വരുന്നതൊന്നും ഇതാക്കാൻ നിൽക്കണ്ട, നമുക്കത് ഒട്ടിക്കാം. മൈദ വെച്ചിട്ട് തന്നെ ഒട്ടിക്കുക. ഒട്ടിച്ച്
2 റോള് ശരിയായി ഒട്ടണില്ല. ഇതിലൊരെണ്ണം പൊളിഞ്ഞ് വന്നിട്ടുണ്ട്, അത് ഞാൻ ഇടുന്നില്ല. ഒരെണ്ണം കൂടി ചെയ്യാം. കണ്ടോ, ഈ ഇങ്ങനത്തെയൊക്കെ പൊളിഞ്ഞതൊക്കെ മാറ്റണം. ഇങ്ങനെ വയ്ക്കുക, വെച്ചിട്ട് കുറച്ച് ഫില്ലിങ് ഇടുക. കുറച്ച് ഫില്ലിങ് ഇട്ടിട്ട് അത് പൊതിയുക, അങ്ങനെ റോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒട്ടിക്കുക. ഇതിൻ്റെ കൂടെ പൊളിഞ്ഞ് വരുന്നുണ്ട്, വേണ്ട. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. അങ്ങനെ ഒട്ടിപ്പോ നെയിം സ്ലിപ്പ് എന്ന് പറയുകയാണ്. എനിക്ക് തോന്നണേ ഞാൻ ഇടുന്ന ഫില്ലിങ് ഉണ്ടല്ലോ ഇത് കൂടുതലാണ്, അതാണ്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മൊത്തമാവും. അപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്ത് ശരിയായിട്ടുണ്ട്, ഒരെണ്ണം കൂടി നോക്കി നോക്കാം. അപ്പോൾ ഇത് ഇത്തിരി കുറച്ച് വലുതാണ്, ഫില്ലിങ് കുറച്ച് കുറവിടാം. നമുക്ക് എത്ര മതി, ബട്ടണയും കൂടി കളയട്ടെ. ഇത് സമോസ ഷീറ്റ് വെച്ചിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് അത് ഒട്ടിച്ച് വയ്ക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം ഇടാൻ പോകുന്നുള്ളൂ, ബാക്കിയെല്ലാം പതുക്കെ പതുക്കെ ചെയ്യണം. അപ്പോൾ തീ ചൂടായിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇടുകയാണ്. ഇത് 2 എണ്ണം ഒട്ടിപ്പിടിച്ച് പോകണം.
ഇച്ചിരി കൂടി വേവാനുണ്ട്. ഇതെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇത് സോസിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തയക്കാൻ നല്ല കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും, എന്നാലും പിള്ളേർക്ക് വ്യത്യാസം. എണ്ണയിൽ കുതിർന്ന വിഭവങ്ങളാണത്. കുറച്ചും കൂടി ഒന്ന് മരിഞ്ഞോട്ടെ, എന്നാലേ അതിൻ്റെ കറക്റ്റ് കളറ് ശരിയാവും. അപ്പോൾ ഞാനിവിടെ ഒരു 1-2 ഷീറ്റേ ഉള്ളൂ, കുറേ ഉണ്ട്. ഇപ്പോൾ ബാക്കി വന്നു കഴിഞ്ഞാൽ കട്ട്ലേറ്റായിട്ട് നാളെ രൂപാന്തരപ്പെടും. പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഓൾറെഡി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കെടുക്കാം. തീ ഞാൻ ഓഫ് ചെയ്യണം, നമുക്ക് എടുക്കാം. ചിക്കൻ റോൾ തയ്യാറായിട്ട് ഇനി ഇത് സോസിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. സോസ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ടാറ്റാ, ബൈ ബൈ.